ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ക്യാരറ്റും ബ്രെഡും കൊണ്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ആദ്യം വേണ്ടത് ബ്രെഡാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിന്റെ സൈഡിലുള്ള ബ്രൗൺ നിറത്തിലുള്ള ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഒരു കാരണവശാലും കാണാൻ ശ്രമിക്കരുത്. അങ്ങനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ബ്രെഡിന്റെ സൈഡിലുള്ള ബ്രൗൺ നിറത്തിലുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ബ്രെഡ് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. മിക്സിയുടെ ജാറിൽ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ജാറിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടില്ല, കുഴഞ്ഞു പോകും. കണ്ടില്ലേ? അപ്പൊ ഇതുപോലെ ഞാൻ അടിച്ച് പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം പിന്നീട് വേണ്ടത് ക്യാരറ്റ് ആണ് വേണ്ടത്. ഇവിടെ സാമാന്യം നല്ല വലിപ്പമുള്ള 3 ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നതാണ്. ഇനി ഇത് ഇതുപോലെ അല്പം കട്ടിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കാരണം ഇതുപോലെ റൗണ്ടിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. നേരത്തെ ഞാൻ 2 ക്യാരറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ ഞാൻ കട്ട് ചെയ്യുന്ന കാണിച്ചില്ല, കാരണം നിങ്ങൾക്ക് അതൊരു ബോറാകും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരെണ്ണം ഞാൻ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ക്യാരറ്റ് ഇനി ഒന്ന് വേവിച്ച് എടുത്തുകൊണ്ട് വരാം. അതിനുവേണ്ടി സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചു കൊടുക്കുക. ആ പാത്രത്തിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ക്യാരറ്റിന്റെ പീസ് അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഈ ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അപ്പൊ ഇത് കൂടുതലായിട്ടൊന്നും വേവിച്ചെടുക്കേണ്ട കാര്യമില്ല, കാരണം ഒരു 85% മാത്രം ക്യാരറ്റ് വേവിച്ചെടുത്താൽ മതി. വെള്ളമൊക്കെ ഇപ്പൊ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ക്യാരറ്റും ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അധിക സമയം നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ച് വേവിക്കേണ്ട കാര്യമില്ല, കാരണം കൂടുതൽ ഇത് വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെയേറെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. കേരളത്തിൽ അങ്ങനെ ഇത് ആരും തയ്യാറാക്കി ഞാൻ കണ്ടിട്ടില്ല. മലയാളത്തിലെ പല കുക്കിംഗ് ചാനലിലും ഞാൻ ഇതിനകത്ത് ഇതുപോലുള്ള ഒരു റെസിപ്പി തിരയുകയുണ്ടായി. പക്ഷെ ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് ഇത് ധാരാളമായി തയ്യാറാക്കുന്നുണ്ട്. ഇങ്ങനെ വേവിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ക്യാരറ്റ് ബ്രെഡിന്റെ പൗഡറിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഇതൊന്ന് അരച്ച് കൊണ്ടുവരണം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പൊ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ ചെറിയ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൈദയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് കോൺഫ്ലവറിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പിന്റെ അളവൊക്കെ തയ്യാറാക്കുന്ന ആളിന്റെ ആ ഒരു കണക്കനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കാരണം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളമൊന്നും ചേർത്ത് കുഴയ്ക്കരുത്. ക്യാരറ്റിന്റെ വെള്ളമുണ്ട്. ആ ഒരു വെള്ളത്തിനകത്ത് വെച്ച് വേണം ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ റൊട്ടിക്കും ഒക്കെ നമ്മൾ കുഴയ്ക്കുന്ന ആ രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കേണ്ടത്. കുറച്ച് കൂടുതൽ സമയം വേണം ഇത് കുഴയ്ക്കേണ്ടത്, കാരണം ഇത് നല്ല സോഫ്റ്റ് ആക്കി നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. കണ്ടില്ല, ഇപ്പൊ ഏകദേശമൊക്കെ നല്ലതുപോലെ കുഴച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് സമയം ഇത് കുഴച്ച് അതുപോലെ ഇതുപോലെ നല്ല കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നിങ്ങൾ ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെക്കുക. എന്നിട്ട് 1 മണിക്കൂർ സമയം ഇതൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ വെജിറ്റബിൾ എന്ന് പറയുമ്പം ക്യാപ്സിക്കമാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. ഇതിന്റെ പകുതി ഭാഗം മാത്രം നമുക്ക് എടുത്താൽ മതി, കാരണം ഫുള്ളായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കട്ട് ചെയ്തെടുത്ത ആ ഒരു പകുതി ഭാഗത്തിനകത്തുള്ള ആ ഒരു വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, എന്താ കാണുന്ന ഇതിന്റെ അരിയും അതുപോലെ ആ കാണുന്ന വെളുത്ത ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം റൗണ്ട് ആകൃതിയിൽ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്തായാലും നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. കാരണം വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി തന്നെയാണിത്.
അത് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് സവോളയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സവോള ഈ പറഞ്ഞതുപോലെ ഞാനൊരു അരമുറി സവോള മാത്രമാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം കട്ട് ചെയ്തതുപോലെ തന്നെ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയാണ് ഇതും കട്ട് ചെയ്ത് എടുക്കേണ്ടത്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചി തന്നെയാണിത്. കാരണം നമ്മുടെ നാട്ടിലുള്ള അതേ സാധനങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇതും തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് തക്കാളിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളിയും ഇതുപോലെ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എടുക്കുന്ന മാവിന്റെ കണക്കനുസരിച്ച് വേണം ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട മസാലകളും തയ്യാറാക്കേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നീട് ഇനി കട്ട് ചെയ്യേണ്ടത് പച്ചമുളകാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ പച്ചമുളക് എന്ന് പറയുമ്പോൾ നമുക്ക് അല്പം കട്ടിയായിട്ട് തന്നെ വേണം ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. എരിവ് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കുറയ്ക്കാം. അതല്ല ചിലർക്കൊക്കെ എരിവ് കൂടുതൽ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ഇതിനകത്ത് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വേണ്ടത്. അതിന്റെ ഞാൻ ആ തൊലിയൊക്കെ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം 1 മണിക്കൂറിന് മുന്നേ നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് നമുക്കത് എടുത്തുകൊണ്ട് വരാം. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേ രീതിയിലാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഈ ഒരു മാവിൻ കൊണ്ട് നമുക്ക് തയ്യാറാക്കുന്ന ആ ഒരു ബോളുകൾ ഉരുട്ടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിനകത്ത് അധികം വെള്ളമയം പാടില്ല, അതുപോലെ തന്നെ കട്ടിയായിട്ട് ഇരിക്കാൻ പാടില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ വേണം നമുക്ക് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇങ്ങനെ കുഴച്ചെടുത്ത് കട്ട് ചെയ്തതിന്റെ ഒരു പീസ് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഒരേ അളവിൽ തന്നെ വേണം ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ബോൾ പിടിക്കുമ്പം ചിലത് വലുത് ചിലത് ചെറുത് ആ ഒരു രീതിയിൽ ഇത് മാറിപ്പോകും. അതുകൊണ്ട് ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ എടുക്കണം. കാരണം എല്ലാം ഒരേ രീതിയിൽ ഇരിക്കുന്നത് കണ്ടാൽ നമുക്കത് കാണാനും ഒരു സ്റ്റൈലുള്ളു. ഇപ്പൊ ഇതെല്ലാം ഇതുപോലെ നല്ല റൗണ്ട് ആയിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇനി ഇത് പരത്തിയതിന് ശേഷം അതിന്റെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ ഈ ഉഴുന്നോടെയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് നടുക്ക് ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്താണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്കിത് ഒന്ന് പരത്തിയെടുക്കുക. കണ്ടില്ല, ഇതുപോലെ ഒരു ബോളാക്കി വെച്ചിരിക്കുന്ന മാവ് വീണ്ടും ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി കൊടുത്തൊന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം ഇതിന്റെ നടുവിൽ ഒരു ഊട്ട ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ കൈവച്ചാണ് ഇതിന് ഊട്ട ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഊട്ടയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ നേരത്തെ ഞാനൊരു 3-4 ബോൾ എടുത്ത് ഇതുപോലെ പരുത്തി ഊട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം നിങ്ങളെ ഇങ്ങനെ ഉരുട്ടി പരുത്തി ഇതുപോലെ ഹോളിട്ട് കാണിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ബോറാകും, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കളയും. അതുകൊണ്ടാണ് ഞാൻ ഇത് 1-2 എണ്ണം മാത്രം കാണിക്കുന്നത്. ഇനി ഇത് നമുക്ക് കൊണ്ടുപോയി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ നമ്മൾ വെള്ളത്തിലിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ആ സാധനം ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് മൈദയുടെ ഒരു ചേരുവ ഉള്ളത് കൊണ്ട് വെള്ളത്തിലിട്ടാലും ഇത് പൊടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അലിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ നമുക്ക് ഇട്ട് കൊടുത്ത ഉടനെ അത് ഇളക്കി കൊടുക്കരുത്. ഒരു 5 മിനിറ്റ് സമയം ഇതുപോലെ അനക്കാതൊന്ന് വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഒരു തവി വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇനിയിപ്പോ ഇത് പൊടിയൊന്നും ചെയ്യത്തില്ല. 2 ഭാഗവും നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി തിരിച്ചും മറിച്ചും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ വെന്ത് കിട്ടി. ഇനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പൊ നേരത്തെ ഞാൻ ഇതിന്റെ ആ ഒരു ഹോൾ ഇട്ടത് വളരെ ചെറുതായിരുന്നു. പിന്നീട് ഞാൻ ഇത് അല്പം കൂടെ വലിയ ഹോളാക്കി മാറ്റി. കാരണം ഇത്രയും വലിയ ഹോളായിട്ട് വേണം നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പൊ ആ സമയത്ത് ഞാനിത് വലിയ ഹോളാക്കുന്നത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. ഇനി ഒരു പാത്രം ഇതുപോലെ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് വെളുത്തുള്ളി
നേരെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നീട് ഇതിനകത്തേക്ക് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ചതുരത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഭയങ്കരമായിട്ടൊന്നും വെന്തു പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു ചെറിയ പച്ച ചുവയുണ്ട്, അതൊക്കെ ഒന്ന് മാറി ഇതൊന്ന് വാടി വരുന്നത് വരെ മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഇതെല്ലാം നല്ലതുപോലെ ഇത് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം സമയം നമുക്ക് ഇത് ഇളക്കി കൊടുക്കണ്ട. നേരത്തെ നമ്മൾ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള സാധനം, അത് റൗണ്ടിൽ നമ്മൾ ഒരു മാവ് തയ്യാറാക്കി എടുത്തത് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ആ ഒരു പച്ചക്കറിയുടെ മസാലയെല്ലാം ആ ഒരു എണ്ണയും ഇതെല്ലാം കൂടെ ഇതിൻ്റെ, അതായത് ഈ ഒരു റൗണ്ടായിട്ടിരിക്കുന്ന അതിൻ്റെ മുകളിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നമുക്ക് ഒരു തവി കൊണ്ട് മാത്രമേ തേച്ച് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു തവിയും കൂടെ, അതായത് 2 തവിയും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിനോട് ഞാൻ 2 തവി എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം അല്പം കൂടി പോയത് കൊണ്ട് നമുക്കിത് നമ്മൾ ഇളക്കി കൊടുക്കുന്ന ആ തവി അത് വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 തവി എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ എല്ലാം ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തത് ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ഒരു 1.5 സ്പൂൺ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ അധിക സമയം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഇത് തയ്യാറാക്കേണ്ട കാര്യമില്ല. കാരണം ഏകദേശം ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി റെഡിയായി വരാറാകുന്ന ആ ഒരു സമയത്താണ് ഇതിനകത്തേക്ക് തക്കാളി ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം ആദ്യമേ തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വെന്ത് ആ ഒരു ഗ്രേവിക്കകത്തങ്ങ് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മല്ലിയിലയും അതുപോലെ തക്കാളിയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കുക. ഒരു 1-2 മിനിറ്റ് സമയം കൊണ്ട് മാത്രം മിക്സ് ചെയ്താൽ മതി. കാരണം അതേ സമയം ഇനി മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അത്രമാത്രം രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്ന് നിങ്ങൾക്ക് പറയുന്നതിൽ കുഴപ്പമില്ല. കാരണം തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം കൂടുതൽ നമുക്ക് വ്യക്തതയോടുകൂടി മറ്റുള്ള റെസിപ്പി തയ്യാറാക്കാൻ അതൊരു പ്രചോദനമാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, കാണാൻ തന്നെ ഭയങ്കര രസമായിട്ടുണ്ട്. അതുപോലെ രുചിയുടെ കാര്യത്തിൽ ഇത് വളരെയേറെ ടേസ്റ്റിയാണ്. കണ്ടില്ലേ, അതിന്റെ ഒരു മസാലയ്ക്ക് പോലും ഭയങ്കര രുചിയാണ്. കാരണം ഞാൻ ഇത് 2 പ്രാവശ്യം തയ്യാറാക്കി പരീക്ഷിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇത് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്.